പിന്നെ ഈ ചടങ്ങിന് വേണ്ടി ഇവിടെ എത്തിയ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്ന് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള രണ്ട് വിശിഷ്ട അതിഥികൾക്കും എനിക്ക് തോന്നുന്നൊരു ഒരു പൊതു സ്വഭാവമുണ്ട്. രണ്ടുപേരും ഏറ്റവും ഇൻഫോർമലായിട്ട് ഇടപഴകുന്ന രണ്ടുപേരാണ്. ഒരു തവണയെങ്കിലും അവരോട് സംസാരിച്ചാൽ അറിയാം, ടോട്ടലി ഇൻഫോർമലാണ് രണ്ടുപേരും. ജോയേട്ടൻ എന്ന് പറഞ്ഞാൽ എത്ര സിനിമയുടെ എത്ര തിരക്കുകളിലാണെങ്കിലും നിങ്ങൾക്ക് കാണാം, ഇടയ്ക്ക് കോഴിക്കോട് മിഠായി തെരുവിലൂടെ ഒരു കൊണ്ടെടുത്ത് നടക്കുന്നത് കാണാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പള്ളിയുടെ അടുത്തുള്ള മീൻ മാർക്കറ്റിൽ പോയി മീൻ വാങ്ങുന്നത് കാണാം. അങ്ങനെ വളരെ ഇൻഫോർമലായി ഡൗൺ ടു എർത്ത് ആയി നിൽക്കുന്ന ആളാണ് ജോയേട്ടൻ. കൂടാതെ നമ്മുടെ പുതിയ കളക്ടർ അതിനേക്കാൾ ഇൻഫോർമലാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ പരിചയപ്പെട്ടപ്പോഴൊക്കെ. കാരണം ഏത് പാതിരാത്രിക്കും നമ്മളൊരു മെസ്സേജ് അയച്ചാലും അപ്പോൾ അതിനെ റെസ്പോണ്ട് ചെയ്യാം. നമ്മുടെ നാട്ടിനെ കുറിച്ചുള്ള എന്ത് മെസ്സേജ് അയച്ചാലും അതിനൊക്കെ റെസ്പോണ്ട് ചെയ്യുന്ന കളക്ടറാണ്. ഒരു ബഹുമാനപ്പെട്ട കളക്ടർ സാറിനൊന്നും ഇപ്പൊ നമ്മൾ ആരും വിളിക്കാറില്ല. ഫേസ്ബുക്കിലൊക്കെ കളക്ടർ ബ്രോ ആയി മാറിയിരിക്കുകയാണ് നമ്മുടെ പ്രശാന്ത് സാർ. അങ്ങനെ ഏറ്റവും ഇൻഫോർമൽ ആയിട്ടുള്ള ആളുകളുള്ള ഈ ഫംഗ്ഷന് വലിയ ഫോർമാലിറ്റി ഒന്നും വേണ്ട എന്ന് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു അധ്യക്ഷ പ്രസംഗമോ ആശംസ പ്രസംഗമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മുടെ വെബ്സൈറ്റ് ലോഞ്ച് നടക്കും. അതിനുശേഷം ജോയേട്ടനോട് കുറച്ച് കാര്യം സംസാരിക്കും. സിഗ്നേച്ചർ ഫിലിമിന്റെ റിലീസിന് ശേഷം പ്രശാന്ത് സാർ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും. അത്രയേ ഉള്ളൂ ചടങ്ങ്. ആമോസ് ജോയ് എന്ന ഞങ്ങളുടെ സംരംഭത്തെ കുറിച്ച് ഒരു രണ്ട് വാക്ക്. ഇപ്പൊ ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഏറ്റവും അധികം പ്രചരിക്കുന്ന ഒരു തമാശ ഉണ്ടല്ലോ, പ്രേമം എന്ന സിനിമയില് വിനയ് ഫോർട്ട് പറയുന്ന ഒരു തമാശ, ജാവ സിമ്പിൾ ആണ് പവർഫുൾ ആണ് എന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ഞങ്ങൾക്ക് പറയുന്നത് ആമോസ് ജോയ് വളരെ വളരെ സിമ്പിൾ ആണ്. ഞങ്ങളുടെ ഫംഗ്ഷനിങ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. പവർഫുൾ ആണോ അല്ലയോ എന്നുള്ളത് കാലം കഴിയേണ്ട കാര്യമാണ്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. അത് പവർഫുൾ ആവണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇപ്പൊ 5 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ അതിന് ഒരുപാട് സമയമുണ്ട്. തുടങ്ങാനിടയായ സാഹചര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ വളരെ വർഷം മുമ്പ് തന്നെ ഞങ്ങളുടെ മകന്റെ പിറന്നാൾ ആഘോഷം വന്നപ്പോൾ ഞങ്ങളുടെ സുഹൃത്തുക്കൾ, അത് ഞാൻ മലയാളം മേഖലയിൽ ജോലി ചെയ്യുന്ന സമയമാണ്, ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം അവന് പിറന്നാളിന് സമ്മാനം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ അയച്ചിരുന്നു. ആ സമ്മാനം പുസ്തകങ്ങളായിരുന്നു ചോദിച്ചിരുന്നത്. അവന്റെ പേരിൽ കുറച്ച് പുസ്തകങ്ങൾ വേണം. അത് വെള്ളിമാട് മുതലുള്ള ചിൽഡ്രൻസ് ഹോം, ബോയ്സ് ഹോമിന് വേണ്ടിയിട്ട് ഒരു ലൈബ്രറി സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ആദരവിന് കുറച്ച് പുസ്തകങ്ങൾ കൊണ്ടുതരണമെന്ന് ഒരു മെയിൽ അയച്ചപ്പോൾ വെറും 7 ദിവസം കൊണ്ട് ഏകദേശം 1.5 ലക്ഷം രൂപയുടെ പുസ്തകങ്ങൾ അന്ന് എനിക്ക് കിട്ടുകയുണ്ടായി. അന്ന് മലയാള മനോരമയുടെ ചീഫ് എഡിറ്ററായ KM മാത്യു മുതൽ ഒരുപാട് പേര് ആ പുസ്തകങ്ങൾ സംഭാവന ചെയ്യുകയും അന്ന് നല്ലൊരു ലൈബ്രറി ആയിട്ട് നമുക്ക് അത് ചിൽഡ്രൻസ് ഹോമിന് നൽകാൻ സാധിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അന്നാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻസ്പിറേഷൻ തോന്നിയിട്ടുള്ളത്. അതായത് നമ്മുടെ ചുറ്റും നന്മ നിറഞ്ഞ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും ചില റോഡ് ബ്ലോക്ക് അവിടെ ഉണ്ടാവും. അതായത് ക്രെഡിബിലിറ്റിയാണ് പലരും ഫേസ് ചെയ്യുന്ന ഒരു മേജർ ഇഷ്യൂ. അതായത് അവർ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന തുകയിൽ ഒരു ചെറിയ വിഹിതം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുമ്പോൾ അത് ഏറ്റവും അർഹമായ കൈകളിൽ തന്നെ എത്തുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും അവർക്കൊരു ആശങ്കയാണ്. ആ ആശങ്കയുടെ പേരിൽ മാത്രം ഇത്തരം കാര്യങ്ങൾക്കായി സംഭാവന ചെയ്യാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ആമോസ് ജോയുടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു അടിസ്ഥാനം. അത് മാത്രമല്ല, പലരും അവരുടെ ജോലി തിരക്കുകളൊക്കെ ആകുമ്പോൾ അവർക്ക് സമയം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്നിരിക്കില്ല. കാശ് തരാൻ അതിനൊപ്പം നിൽക്കാൻ അവരുണ്ടാവും, പക്ഷേ ടൈമായിട്ടോ എഫേർട്ടായിട്ടോ അവർക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇവന്റ് മാനേജ്മെന്റ് ടീമായിട്ടാണ് ഞങ്ങൾ ആമോസ് ജോയിനെ അവതരിപ്പിച്ചത്. അതായത് വിദേശത്തോ അല്ലെങ്കിൽ നാട്ടിലില്ലാത്ത ആർക്കും അവരുടെ മക്കളുടെ പിറന്നാളോ വെഡിങ് ആനിവേഴ്സറീസോ അങ്ങനെ എന്ത് വരുമ്പോഴും എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്ക് ആമോസ് ജോയെ ബന്ധപ്പെടാം. ഞങ്ങൾ കോഴിക്കോട്ടുള്ള ഒട്ടുമിക്ക എല്ലാ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടും ഞങ്ങൾക്ക് അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ അവരുടെ എല്ലാ റിക്വയർമെന്റ്സും ഞങ്ങൾ അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനെ സ്പോൺസേഴ്സ് വരുന്ന സമയത്ത് ഇവരെ കണക്ട് ചെയ്യുക എന്നുള്ള ഒരു ഇതാണ് ആമോസ് ജോയുടെ ഒരു ഫംഗ്ഷനിങ് രീതി. സത്യം പറഞ്ഞാൽ തുടങ്ങിയത് ഞങ്ങളുടെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് ആമോസ് ജോയ് തുടങ്ങിയത്. അല്ലാതെ വലിയൊരു ജീവകാരുണ്യ പ്രസ്ഥാനമായിട്ടൊന്നും തുടങ്ങിയതല്ല. ഇതിൽ ശരിക്കും ഒരു സ്വാർത്ഥ താല്പര്യം തന്നെയാണുള്ളത്. ആ താല്പര്യം മറ്റൊന്നുമല്ല, സാമ്പത്തികമായ താല്പര്യമൊന്നുമല്ല. ഞങ്ങൾക്ക് സന്തോഷം കിട്ടുന്നു. അതായത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് വാക്കുകൾക്ക് അതീതമാണ്. നമുക്കത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അത് ഈ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേര് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അവർക്ക് അത് അറിയാം, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. അപ്പൊ അത്തരം സന്തോഷത്തിന് വേണ്ടി, ആ ഒരു ജോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ
ഇങ്ങനെ സംരംഭം ആരംഭിച്ചത് ആം ഓഫ് ജോയ് എന്നുള്ള പേരിൽ. ഞങ്ങൾ ചെയ്യുന്നത് ഒരു ഇടനിലക്കാരുടെ റോള് മാത്രമാണ്. അതായത് നന്മയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്ന കുറെ പേരുണ്ട്. ഇത്തരം ഒരുപാട് റിക്വയർമെന്റ്സ് ഉള്ള, അതായത് അവരുടെ കാശ് ഏറ്റവും ഡിസേർവ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇവർക്കിടയിലുള്ള ഒരു ഇടനിലക്കാരുടെ റോള് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. അല്ലാതെ ഞങ്ങൾ ചെയ്യുന്നത് വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് ഞങ്ങൾ കരുതിയിട്ടില്ല. 5 മാസം കൊണ്ട് ഏകദേശം ഒരു 4 ലക്ഷം രൂപയുടെ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പൊ അതിന്റെ ഒരു ചെറിയ റിപ്പോർട്ട്, ഒരു 6 മിനിറ്റുള്ള ഒരു ചെറിയ വീഡിയോ, ഒരു സ്ലൈഡ് ഷോ ഞങ്ങളിവിടെ പ്രസന്റ് ചെയ്യാം. അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ദ റിയൽ സ്പിരിറ്റ് ഓഫ് ആം ഓഫ് ജോയ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Cultivating smiles. ഈ ലോകത്ത് ഏറ്റവും വേഗത്തിൽ പടർന്നു പിടിക്കാൻ നിൽക്കുന്ന 2 സംഗതികളുണ്ട്: വിദ്വേഷവും സന്തോഷവും. ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെയായി മനുഷ്യർ ഏറ്റവും കണക്കിലാവുന്ന ഈ ആധുനിക ലോകത്ത് തന്നെയാണ് അവർക്കിടയിൽ വിദ്വേഷത്തിന്റെ വലിയ വലിയ മതിലുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ആ മതിലുകളെ ഭേദിക്കാനാണ് സന്തോഷത്തിന്റെ ആയുധവുമായി, സന്തോഷത്തിന്റെ കഴിവുമായി, സന്തോഷത്തിന്റെ ശാഖയുമായി ഒരു വലിയ ശ്രമം നിങ്ങൾ ആരംഭിച്ചത് ഇക്കഴിഞ്ഞ ജനുവരിയിലാണ്. നന്മ നിറഞ്ഞ മനസ്സുള്ള ഒട്ടേറെ സുഹൃത്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. ലോകത്തിന്റെ ഏത് കോണിൽ ജോലി ചെയ്ത് ജീവിക്കുന്നവരായാലും ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ അവരിലേക്ക് വെറും ഒരു ക്ലിക്കിന്റെ അതിലുണ്ട്. തന്റെ സമൂഹത്തിന് വേണ്ടി, തന്റെ സഹജീവികൾക്ക് വേണ്ടി തന്നാലാവും ചെയ്യാൻ തയ്യാറുള്ള അവർ ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ സഫലമാക്കാനാണ് ആം ഓഫ് ജോയ് എന്ന സംരംഭത്തിന് ഞങ്ങൾ തുടക്കമിട്ടത്. തങ്ങളുടെ വിവാഹ വാർഷിക വേളയിലോ കുഞ്ഞുങ്ങളുടെ പിറന്നാൾ ദിനത്തിലോ കരിയറിൽ കൈവന്ന മികച്ച നേട്ടത്തിന്റെ അവസരത്തിലോ ഒക്കെ മനസ്സിൽ നിറയുന്ന സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ കൊതിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ആം ഓഫ് ജോയ്. അവർ അയച്ചു തരുന്ന തുണിയിലെ വെളുത്ത